Welcome back to Bosco Campus Vision. This is Rani, Assistant Professor, PG Department of Commerce, Don Bosco College, Kottayam. The last class we discussed some problems relating to tender and quotation. Today we are going to discuss another problem relating to tender and quotation with some adjustments. Today's question is this. A factory produced and sold 1,000 units of product in July 2014 for which following particulars are available. Stock of direct materials on 1st July 2014 6,000. Purchases of materials in July 2014 1,44,000. Then direct wages paid in cash in July rupees 55,000, which includes rupees 3,000 on account of June 2014 and an advance of rupees 2,000 for August 2014. Works overhead charges for the month 60,000. Stock of direct materials on the closing July 31st July 2014 10,000. Administration and selling overheads rupees 25 per unit. Sale price rupees 3,000 per unit. From the above, you are required to prepare a cost statement for July and we estimate the sale price of the unit of the same product in August 2014 assuming first one 20% increase in direct material cost, second one 10% increase in direct wages, third one 5% increase in works overhead charges, fourth one 20% reduction in administration and selling overhead charges, then fifth one same percentage of profit on sale price. Let's we start. First cost sheet. First we prepare a simple cost sheet. Cost sheet for the month July 2014 for 1,000 യൂണിറ്റ് ആണ്. ഫോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് 1,000 യൂണിറ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിതിന്റെ ഹെഡിങ് ആയിട്ട് കാണിക്കാം. ഫസ്റ്റ് വൺ കോസ്റ്റ് ഷീറ്റ്. ദെൻ ഫോർ ദ മന്ത് ഓഫ് ജൂലൈ 2014 ഔട്ട്പുട്ട് 1,000 യൂണിറ്റ്സ്. ഓക്കെ, അപ്പോൾ നോക്കാം. നമുക്ക് ഔട്ട്പുട്ട് തന്നിട്ടുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും എന്ത് വേണം? പെർ യൂണിറ്റ് കോളം വേണം നമ്മുടെ കോസ്റ്റ് ഷീറ്റിലെ ഐറ്റം, ദെൻ റുപ്പീസ് ടോട്ടൽ പെർ യൂണിറ്റ് കോളം. ഓക്കെ, ഇതൊരു വർക്ക്ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോളമാണ്. ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കോളം, ടോട്ടൽ ആൻഡ് പെർ യൂണിറ്റ് കോളം. ഓക്കെ, ഫസ്റ്റ് ഐറ്റം. ഫസ്റ്റ് വി കാൽക്കുലേറ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കൺസ്യൂമർ. For that, opening stock of raw material 6,000 and purchases of material 1,44,000 less closing stock of material 10,000. അപ്പം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയലും purchases during the period കൂടി ആഡ് ചെയ്യുക. അപ്പം 6,000 plus 1,44,000 that is 1,50,000. Okay, less closing stock of finished goods, closing stock of raw material 10,000 ആണ്. അപ്പം 1,60,000 50,000 minus 10,000 1,40,000 is the direct material consumed. Okay, അപ്പോൾ direct material consumed എത്ര കിട്ടി? 1,40,000. ഓക്കെ ആണല്ലോ. അപ്പം 60,000 opening stock of raw material, purchases of raw material 1,44,000 less closing stock of material 10,000. The result എന്താണ്? direct material consumed 1,40,000 per unit. 1,40,000 divided by 1,000 unit. 1,40,000 divided by 1,000 unit. അപ്പം 3 zeros cancel ചെയ്യുമ്പോൾ 140 is the per unit. Okay, then ആഡ് ഡയറക്റ്റ് വേജസ്. ഇവിടെ ഡയറക്റ്റ് വേജസിൽ സം അഡ്ജസ്റ്റ്മെന്റ്സ് പറയുന്നുണ്ട്, ശ്രദ്ധിച്ച്. അതിൽ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ജൂണിൽ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ്, ജൂൺ മന്ത് എൻഡിങ്ങിൽ കുറച്ച് ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ജൂൺ മന്ത് എൻഡിങ് എന്ന് പറയുന്നത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന കോസ്റ്റ് ഷീറ്റ് എന്ന് പറയുന്നത് ജൂലൈയിലാണ്. ഓക്കെ, അപ്പം ജൂൺ എന്ന് പറയുന്നത് ജൂണിലെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുമ്പോൾ ജൂലൈയിൽ എന്തായിരിക്കും? ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് എന്ത് ചെയ്യണം? ലെസ് ചെയ്യണം. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യുക. അതാണ് ഫസ്റ്റ് ഐറ്റം. ലെസ് ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ജൂണില് 3,000 ആയിരുന്നു. നമ്മൾ 3,000 ലെസ് ചെയ്യുന്നതിനാണ് ബ്രാക്കറ്റിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ പ്രീപെയ്ഡ് ഓൺ ക്ലോസിംഗ്. അതുപോലെ ജൂലൈയില് പ്രീപെയ്ഡ് ഉണ്ടായിരുന്നു. അതായത് ഓഗസ്റ്റ് മന്തിലേക്ക് 2,000 റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? അഡ്വാൻസ് പേ ചെയ്തിട്ടുണ്ടായിരുന്നു. ദാറ്റ് മീൻസ് പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ഓൺ ക്ലോസിംഗ്. അപ്പം പ്രീപെയ്ഡ് ഓൺ ക്ലോസിംഗ് ലെസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ ഓപ്പണിംഗ് prepaid on closing in minus ചെയ്യുന്നത്. അപ്പോൾ 55,000 minus 3,000 minus
2000, that is 50,000. അതാണ് എന്തെന്ന് പറയുക, ഡയറക്റ്റ് വേജസ്. ഡയറക്റ്റ് വേജസ് 50,000 per unit. 50,000 divided by 1050. 50,000 divided by 1000 യൂണിറ്റ് ആണ്. then per unit 50. അപ്പൊ പ്രൈം കോസ്റ്റ് ഇവിടെ ഡയറക്റ്റ് എക്സ്പെൻസസ് ഇല്ല. പ്രൈം കോസ്റ്റ് 1,40,000 plus 50,000. That means direct material plus direct labor 1,90,000 per unit. 140 plus 50, 190 is the per unit. Okay. Then add works overhead. Works overhead or factory overheads നമ്മൾ ആഡ് ചെയ്യുക. പ്രൈം കോസ്റ്റിനോടൊപ്പം വർക്ക്സ് ഓവർഹെഡ് ഓർ ഫാക്ടറി ഓവർഹെഡ്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വർക്ക് കോസ്റ്റ് കിട്ടും. വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പൊ 60,000 ഫോർ എന്താണ് 1000 യൂണിറ്റ്സ് ആണ്. 60,000 spent for 1000 units. So per unit is 60,000 divided by 1000, that is 60. Okay. പ്രൈം കോസ്റ്റിനോടൊപ്പം വർക്ക് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ പിന്നെ വർക്ക് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ്സ് അല്ലെങ്കിൽ വർക്ക്സ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് 2,50,000. 2,50,000 per unit 250. 190 plus 60 250. 1,90,000 plus 60,000 2,50,000. This is the work cost. Okay. Work cost 2,50,000 per unit 250. Okay. Then add administrative overhead on. Then administrative overhead and selling and distribution overhead together with rupees 2,25,000 rupees. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡും സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും കൂടി ടോട്ടൽ തന്നിരിക്കുകയാണ് 25,000. 25,000 സ്പെൻഡ് ഫോർ എന്താണ്, പ്രൊഡ്യൂസിംഗ് 1000 units. So per unit is 25,000 divided by 1000, 25. Okay. അപ്പം അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് 25,000 rupees per unit 25. അപ്പം വർക്ക് കോസ്റ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്യുന്നു, അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും. ടോട്ടൽ കോസ്റ്റ് ഓർ കോസ്റ്റ് ഓഫ് സെയിൽസ് കിട്ടും 2,75,000. 2,50,000 പ്ലസ് 25,000 2,75,000. മറ്റേ പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 275 കിട്ടും. ഓക്കെ അല്ലേ. ദെൻ സെയിൽ ഫിഗർ ഗിവൺ ഇൻ ക്വസ്റ്റ്യൻ ഡയറക്ട്ലി 3 lakh rupees. ഓക്കെ. അപ്പം 3 lakhs rupees എന്താണ്, സെയിൽസ് ഫിഗർ ഡയറക്റ്റ് ആയിട്ട് എവിടെ തന്നിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,75,000 മൈനസ് 3 lakh. The difference is 25,000 is the profit. Difference 25,000 is the profit. അതുപോലെ പെർ യൂണിറ്റ് വരുമ്പോഴത്തേന് 300 ആണ് സെല്ലിംഗ് പ്രൈസ് മൈനസ് 275. ദാറ്റ് മീൻസ് ടോട്ടൽ കോസ്റ്റ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡിഫറൻസ് അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് അല്ലെങ്കിൽ ടോട്ടൽ കോസ്റ്റ് ആൻഡ് സെയിൽസ് ഈസ് എന്തായിരിക്കും, പ്രോഫിറ്റ് 25 per unit. Okay. Problem is worked out in 3 different stages. First stage we prepare cost sheet, simple cost sheet. Second stage we calculate percentage. Some percentage ആണ്. ഇവിടെ നമുക്ക് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് മാത്രമേ ഉള്ളൂ, പ്രോഫിറ്റ് മാത്രമേ ഉള്ളൂ. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുക, ദാറ്റ് മീൻസ് റേറ്റ് കാൽക്കുലേഷൻ ആണ്. തേർഡ് വി പ്രിപ്പയർ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്ന ടെൻഡർ അല്ലെങ്കിൽ കൊട്ടേഷൻ നമ്മൾ പ്രിപ്പയർ ചെയ്യും. ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ എല്ലാ പ്രോബ്ലത്തിനും ചെയ്യുന്ന 3 ഡിഫറെൻറ്റ് സ്റ്റെപ്പായിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓൾറെഡി കഴിഞ്ഞു, നമ്മൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞു. ആ കോസ്റ്റ് ഷീറ്റിൽ ലാസ്റ്റിൽ പ്രോഫിറ്റ് കിട്ടിയതിന്റെ ബേസിൽ നമുക്ക് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് നോക്കാം. കാൽക്കുലേഷൻ ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ്. കാൽക്കുലേഷൻ ഓഫ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ. ഫസ്റ്റ് ഹെഡിങ് എന്താണ്, പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽ ആണ്. സെക്കൻഡ് വൺ പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. അപ്പം കോസ്റ്റിന്റെ ബേസിൽ പെർസെൻറ്റേജ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എത്ര ആണ്, അതുപോലെ സെയിൽസിന്റെ ബേസിൽ എന്താണ് പ്രോഫിറ്റ് റേറ്റ് എത്ര ആണ് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ. നമുക്കറിയാം നമുക്കിപ്പോൾ കിട്ടിയ കോസ്റ്റ് ഷീറ്റിലെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 ആണ്, സെയിൽസ് 3 lakh ആണ്. അപ്പോൾ 25,000 ഡിവൈഡ് ബൈ 3 lakh into 100, ദാറ്റ് മീൻസ് 8.33% ഓഫ് പ്രോഫിറ്റ് ഓൺ സെയിൽസ് ആണ്. അപ്പോൾ സെയിലിന്റെ ബേസിലാണ് എടുക്കുന്നതെങ്കിൽ എത്ര പെർസെൻറ്റേജ് ആണ് എടുക്കേണ്ടത്, 8.33%. ഓക്കെ. ദെൻ അടുത്ത പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് 25,000 ആണ്. നമ്മുടെ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്, 2,75,000. അപ്പോൾ 25,000 ഡിവൈഡഡ് ബൈ 2,75,000 into 100 എന്താണ് റേറ്റ് ഓഫ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 9.09% ആയിരിക്കും. 9.09% ഓൺ കോസ്റ്റ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് പ്രോഫിറ്റ് 9.09% ഓഫ് പ്രോഫിറ്റ് ഓൺ കോസ്റ്റ്. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് ആയിരിക്കും. ഓക്കെ. അപ്പൊ നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. എന്താണ്, റേറ്റ് കാൽക്കുലേഷൻ കഴിഞ്ഞു. ഇവിടെ റേറ്റ് ഇത് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൂ. ഇനി വരുന്ന ക്വസ്റ്റ്യൻസിൽ സപ്പോസ് നമ്മൾ ഫാക്ടറി ഓവർഹെഡ് റേറ്റ്, അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡ് റേറ്റ് ഒക്കെ നമ്മൾ ചിലപ്പോൾ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരും. ഈ ക്വസ്റ്റ്യനിൽ എന്ത് മാത്രം കണ്ടുപിടിച്ചാൽ മതി, പ്രോഫിറ്റ് റേറ്റ് മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതിയാണ്. ഓക്കെ.
ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രിപ്പറേഷൻ ഓഫ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ്. നമുക്ക് ഇവിടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടെൻഡറാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തോളൂ. പ്രൈസ് ആണ് കോട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2014. നമുക്ക് തന്നിരിക്കുന്ന ഫിഗർ എല്ലാം ജൂലൈയിലെ ആയിരുന്നു. ഇനി നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത് ഏത് മന്തിലെയാണ്? ഓഗസ്റ്റിലെ പിന്നെ കോസ്റ്റ് ഷീറ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഓഫ് ഓഗസ്റ്റ് ആണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. അവിടുത്തെ നമ്മുടെ ഔട്ട്പുട്ട്, എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? 1000 യൂണിറ്റ്സ് തന്നെയാണ്. ഓക്കെ, എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 1000 യൂണിറ്റ്സ് തന്നെയാണ്. നമ്മൾ ഈ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിന്റെ ഫിഗേഴ്സ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. സം ആന്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ഇൻ ഓവർഹെഡ് ഉണ്ടാവും, സം ആന്റിസിപ്പേറ്റഡ് ഡിക്രീസ് ഇൻ ഓവർഹെഡ് ഉണ്ടാകാം. അങ്ങനെ ക്വസ്റ്റനിൽ എന്താണോ തരുന്നത് നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തായിരിക്കണം എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഈ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് എന്താണ്? എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് ഫോർ ദ മന്ത് ഓഫ് ഓഗസ്റ്റ് 2014. നമ്മുടെ എസ്റ്റിമേറ്റഡ് ഔട്ട്പുട്ട് 1000 യൂണിറ്റ്സ്. ഓക്കെ, ഐറ്റം ടോട്ടൽ പെർ യൂണിറ്റ്. ഫസ്റ്റ് ഐറ്റം ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 10,000. ഇത് എങ്ങനെ കിട്ടി? ജൂലൈ മന്തിലെ ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. നമുക്കറിയാം അവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ ആഡ് പർച്ചേസസ് ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 10,000 എഴുതിയായിരുന്നു. അപ്പം ജൂലൈയിലെ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റിലെ എന്തായിരിക്കും? ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിരിക്കും. ആ 10,000 ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ആ പ്രൈസിൽ ചേഞ്ചസ് ഉണ്ടാവില്ല, കാരണം കഴിഞ്ഞ വർഷം നമ്മൾ വാങ്ങിയതല്ലേ. ആ പ്രൈസിൽ എന്തുണ്ടാകില്ല? ചേഞ്ചസ് ഉണ്ടാകില്ല. ആ 10,000 അതുപോലെ തന്നെ എഴുതുന്നു. അതാണ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ 10,000 എഴുതുന്നത്. അവിടുത്തെ ഡയറക്ട് മെറ്റീരിയൽ കൺസ്യൂംഡ് എമൗണ്ട് 1,40,000 ആയിരുന്നു. ഡയറക്ട് മെറ്റീരിയൽ കൺസ്യൂംഡ് എത്രയായിരുന്നു? 1,40,000 ആണ്. നമുക്ക് ഇവിടെയും എത്ര രൂപയുടെ മെറ്റീരിയൽ ആണ്, എത്ര ക്വാണ്ടിറ്റി ആണ് വേണ്ടത്? ആ 1,40,000 മെറ്റീരിയൽ ആണ് വേണ്ടത് അല്ലേ. അതിന്റെ പ്രൈസിൽ എന്താ ചേഞ്ചസ് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ആ 1,40,000 റുപ്പീസിലെ 10,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. അപ്പൊ പിന്നെ ഇനി നമുക്ക് എത്ര മതി? 1,30,000 റുപ്പീസിന്റെ മെറ്റീരിയൽ വാങ്ങിയാൽ മതിയാവും. ഓൾറെഡി നമ്മുടെ കയ്യിൽ എത്രയുണ്ട്? 10,000 ഉണ്ട്. ഇനി നമുക്ക് എത്ര മെറ്റീരിയൽ വാങ്ങിയാൽ മതിയാകും? 1,30,000 റുപ്പീസിന്റെ മെറ്റീരിയൽ വാങ്ങിയാൽ മതിയാകും. അത്രയും മെറ്റീരിയൽ വാങ്ങാനാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മാർക്കറ്റിൽ അന്വേഷിച്ചപ്പോൾ അതിന്റെ പ്രൈസിൽ എന്തുമാത്രം ചേഞ്ചസ് ഉണ്ട്? 20% ഇൻക്രീസ് ഉണ്ട്. അപ്പൊ റോ മെറ്റീരിയലിന്റെ പ്രൈസിൽ എന്താണ് ചേഞ്ചസ് എന്ന് പറയുന്നത്? 20% ഇൻക്രീസ് എന്താണ്? മെറ്റീരിയൽ ആണ്, റോ മെറ്റീരിയൽ ആണ്. അപ്പൊ നമ്മൾ അതിന്റെ 20% ആണ് 1,30,000. അതായത് 1,40,000 മൈനസ് 10,000, ദാറ്റ് ഈസ് 1,30,000 ഇൻറ്റു 20/100 എടുത്തിട്ട് 1,30,000 ആഡ് ചെയ്യണം. എങ്ങനെയാണ് പറഞ്ഞത്? 1,40,000 നിന്ന് നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ആയിട്ടുള്ള 10,000 മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് ഇനി വേണ്ടുന്ന നമ്മൾ വാങ്ങാൻ പോകുന്ന മെറ്റീരിയലിന്റെ പ്രൈസ് എത്രയാണ്? 1,30,000 ആയിരുന്നു. അത് ആ 1,30,000 മെറ്റീരിയൽ ആണ് നമ്മൾ വാങ്ങാൻ പോകുന്നത്. അപ്പൊ മാർക്കറ്റിൽ ചെന്നപ്പോഴാണ് 20% ഇൻക്രീസ് ഉണ്ടാകുന്നത് മനസ്സിലാകുന്നത്. അപ്പം ഒന്നുകിൽ നമ്മുടെ 100ന്റെ എത്ര ശതമാനം റേറ്റ് കൂടി? 20 കൂടി. അങ്ങനെയാണെങ്കിൽ 120/100 എടുക്കാം. 20% ഇൻക്രീസ് ആയതുകൊണ്ട് 120/100 എടുക്കാം. സപ്പോസ് 5% ഡിക്രീസ് ആയിരുന്നെങ്കിൽ എങ്ങനെ എടുക്കാം? 100 - 5 എടുത്തിട്ട് 95/100 എടുക്കാം. ആ റേറ്റ് ചേഞ്ച് ചെയ്യുന്നത് മനസ്സിലായോ? അല്ല എങ്കിൽ ചെയ്യാൻ പറ്റുന്ന കേസ് ഇങ്ങനെയാണ്. 1,30,000 ഇൻറ്റു 20/100 എടുക്കുക. 1,30,000 ഇൻറ്റു 20/100 എടുക്കുക. കിട്ടുന്ന ഫിഗർ ഏതിനോടൊപ്പം ആഡ് ചെയ്യുക? 1,30,000 ആഡ് ചെയ്യുക. ഇപ്പൊ രണ്ട് കാൽക്കുലേഷൻ വേണ്ടി വരും. അപ്പൊ 20% ആദ്യം കണ്ടുപിടിച്ചിട്ട് 1,30,000 ആ 20% ഇൻക്രീസും കൂടെ ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ അല്ലേ? അപ്പം അത് ഡയറക്റ്റ് ആയിട്ട് 20% ഇൻക്രീസ് ചെയ്തുകൊണ്ട് 100% ആണ് കോമൺ ഫേസ്. 20% ഇൻക്രീസ് വന്നതുകൊണ്ട് 120/100 കിട്ടും. ഓക്കെ, അപ്പം എന്താണ്? അപ്പൊ 1,30,000 ഇൻറ്റു 120/100 1,56,000 കിട്ടും. 1,56,000 കിട്ടും. 1,56,000 ടോട്ടലാണ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്. എന്താണ്? ഡിവൈഡഡ് ബൈ 1000 യൂണിറ്റ്സ് ആണ്. അപ്പൊ 156 പെർ യൂണിറ്റ് കിട്ടും. അപ്പൊ ഓപ്പണിംഗ് സ്റ്റോക്ക് 10 ഉണ്ട്. നമ്മളിപ്പോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത് 1,56,000 ആണ്. അത് പെർ യൂണിറ്റ് 156. ടോട്ടൽ ഡയറക്ട് മെറ്റീരിയൽ കൺസ്യൂംഡ് 1,66,000 പെർ യൂണിറ്റ് 1,66. ക്ലിയർ ആണോ? ദെൻ അടുത്തത് ഡയറക്റ്റ് വേജസ്. നമുക്കറിയാം നമ്മൾ അവിടെ ഡയറക്റ്റ് വേജസ് നമ്മളവിടെ എഴുതിയത് ക്ലോസിംഗും ഓപ്പണിംഗും ഒക്കെ പ്രീപെയ്ഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത് 50,000 റുപ്പീസ് ആണ് നമ്മുടെ ഡയറക്റ്റ് വേജസ് എന്ന് പറയുക അല്ലെ. ആ ഡയറക്റ്റ് വേജസ് 50,000 തന്നെയാണ് എടുത്ത്. ഇവിടെയും ആന്റിസിപ്പേറ്റഡ് ഇൻക്രീസ് എന്ന് പറയുന്നത് 10% ഇൻക്രീസ് ഉണ്ട്. എത്ര ശതമാനമാണ് ഇൻക്രീസ്? 10% ആണ്. അതുകൊണ്ട് തന്നെ 50,000 10% എടുക്കുക, 5,000 കിട്ടും. ആ 5,000 50,000 ആഡ് ചെയ്യുക, 55,000 കിട്ടും. അങ്ങനെയും ചെയ്യാം. ഇല്ല ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഒറ്റ കാൽക്കുലേഷൻ ആണെങ്കിൽ 50,000 ഇൻറ്റു
10% ഇൻക്രീസ് ആയതുകൊണ്ട് 100 പ്ലസ് റേറ്റ്, 100 പ്ലസ് റേറ്റ് ഡിവൈഡ് ബൈ റേറ്റ്. അപ്പം 110 ഡിവൈഡ് ബൈ 100 എടുത്തു, 55,000 ടോട്ടൽ കിട്ടി. ക്ലിയർ ആണോ? ഇവിടെ ഈ കാൽക്കുലേഷൻ സെയിം രീതിയിൽ തന്നെയാണ് ചെയ്യുന്നത്. ഇവിടെ 1,30,000 20% എടുക്കുന്നതിന് പകരം 120 ഡിവൈഡ് ബൈ 100 ഇട്ടു. ഇവിടെ 50,000 10% എടുത്ത് ആഡ് ചെയ്യുന്നതിന് പകരം 50,000 × 110 ഡിവൈഡ് ബൈ 100 എടുത്ത് 55,000 എടുത്തു. ഓക്കെ, ദെൻ അപ്പോൾ പ്രൈം കോസ്റ്റ് എത്ര കിട്ടി? 2,21,000 ആണ് ടോട്ടൽ. പെർ യൂണിറ്റ് 221 പെർ യൂണിറ്റും 2,21,000 എന്താണ് ടോട്ടലും കിട്ടി. ടോട്ടൽ എങ്ങനെ പെർ യൂണിറ്റ്? 2,21,000 ഡിവൈഡഡ് ബൈ 1000 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ അതിനോടൊപ്പം എന്താ ആഡ് ചെയ്യണം? വർക്ക്സ് ഓവർഹെഡ് ഓർ ഫാക്ടറി ഓവർഹെഡുകൾ ആഡ് ചെയ്യുക. ഫാക്ടറി ഓവർഹെഡ് നമുക്കറിയാം, അവിടെ നമ്മൾ കൺസ്യൂം ചെയ്തത് അവിടുത്തെ ടോട്ടൽ ഫാക്ടറി ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് 60,000 ആയിരുന്നു. എവിടത്തെയാണ് മിസ് പറയുന്നത്? നമ്മുടെ ആദ്യം പ്രിപ്പയർ ചെയ്ത കോസ്റ്റ് ഷീറ്റിലാണ് കേട്ടോ. ആ കോസ്റ്റ് ഷീറ്റിലെ ഫിഗർ ആണ് നമ്മൾ പറഞ്ഞ് 3 സ്റ്റെപ്പായിട്ടാണ് ഈ പ്രോബ്ലം ചെയ്യുന്നത്. ആദ്യം നമ്മൾ സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നു, ദെൻ ഒരു ഓവർഹെഡ് റേറ്റുകൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമുക്ക് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പ്രോഫിറ്റിന്റെ റേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തേർഡ് സ്റ്റെപ്പാണ് നമ്മുടെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ്. അപ്പൊ ആദ്യത്തെ സിമ്പിൾ കോസ്റ്റ് ഷീറ്റിലെ ഫിഗറിന്റെ ബേസിലാണ് നമ്മളിത് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അവിടുത്തെ ഓവർഹെഡ് എന്ന് പറയുന്നത് 60,000 ആയിരുന്നു. അവിടെ ഇതിന്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ആന്റിസിപ്പേറ്റഡ് ഇൻക്രീസ് എന്ന് പറയുന്നത് 5% ഇൻക്രീസ് ചെയ്തു എന്നാണ് പറയുന്നത്. ഓക്കെ, വർക്ക് കോസ്റ്റ് എത്ര കൂടിയ? 5% ആണ് കൂടിയ. അപ്പൊ 60,000 × 5/100 എടുക്കുക, അത് 60,000 ആഡ് ചെയ്യുക. 60,000 5% കണ്ടുപിടിച്ചിട്ട് അത് ഏതിനോടൊപ്പം ആഡ് ചെയ്യുക? 60,000 ആഡ് ചെയ്യുക. ഒന്നുകിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് 5% ആണ് ഇൻക്രീസ് ചെയ്തത്, അതുകൊണ്ട് 100 പ്ലസ് റേറ്റ് എടുത്തു ഡിവൈഡഡ് ബൈ 100. അപ്പം 60,000 × 105 ഡിവൈഡഡ് ബൈ 100 63,000 ടോട്ടൽ കിട്ടും. പെർ യൂണിറ്റ് 63,000 ഡിവൈഡഡ് ബൈ 1000 യൂണിറ്റ്, പെർ യൂണിറ്റ് 63 കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ് കിട്ടും. പ്രൈം കോസ്റ്റിനോടൊപ്പം എന്താ ആഡ് ചെയ്യുക? വർക്ക് ഓൺ കോസ്റ്റ് അല്ലെങ്കിൽ ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വർക്ക് കോസ്റ്റ്. വർക്ക് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർഹെഡും, വർക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റിനോടൊപ്പം ഫാക്ടറി ഓവർഹെഡ് ആഡ് ചെയ്യുന്നതാണ് വർക്ക് കോസ്റ്റ്. ഓക്കെ, അപ്പം വർക്ക് കോസ്റ്റ് എത്ര കിട്ടി? 2,84,000 കിട്ടി. 2,84,000 ആണ് വർക്ക് കോസ്റ്റ്. 2,84,000 ഡിവൈഡ് ബൈ 1000 യൂണിറ്റ് 284, അല്ലെങ്കിൽ 221 പ്ലസ് 63 284 എന്ത് കിട്ടി? വർക്ക് കോസ്റ്റ് പെർ യൂണിറ്റ് കിട്ടി. ഓക്കെ, കോസ്റ്റ് റുപ്പീസ് 2,84,000 പെർ യൂണിറ്റ് 284 പെർ യൂണിറ്റ് കിട്ടി. ഓക്കെ, then add selling and distribution overhead. Selling and distribution കേസിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? 20% ഡിക്രീസ് ഇൻ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആണ്, ഓർ ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ആണ്. അപ്പം ഇതുവരെ പറഞ്ഞ 2 ഐറ്റം എന്തായിരുന്നു? ആന്റിസിപ്പേറ്റഡ് ഇൻക്രീസ് ആയിരുന്നു. ഇവിടെ ആന്റിസിപ്പേറ്റഡ് ഡിക്രീസ് ആണ്. അഡ്മിനിസ്ട്രേഷൻ ഓവർഹെഡും അതുപോലെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡും 20% ഡിക്രീസ് ചെയ്യുന്നു. അപ്പം 100 മൈനസ് റേറ്റ്, അപ്പൊ എത്രയാണ്? 100 മൈനസ് 20, അപ്പൊ 80 ബൈ 100. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? 25,000 × 20/100 എടുക്കുക. ആ കിട്ടുന്ന ഫിഗർ 25,000 നിന്ന് മൈനസ് ചെയ്യുക. ഒന്നുകൂടെ 25,000 × 20/100 എടുക്കുക. ആ കിട്ടുന്ന എമൗണ്ട് ഏതിൽ നിന്ന് മൈനസ് ചെയ്യുക? 25,000 നിന്ന് മൈനസ് ചെയ്യുക. ഇങ്ങനെ 2 കാൽക്കുലേഷൻസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നത്? 100/100 ആണല്ലോ ഇപ്പോഴത്തെ കറണ്ട് റേറ്റ്. അതിൽ നിന്ന് 20% മൈനസ് ചെയ്യുമ്പോൾ 100 മൈനസ് 20, അപ്പൊ 80/100 ഇടുന്നു. അപ്പൊ 25,000 × 80/100 20,000 എന്ത് കിട്ടും? 20,000 എന്ന് പറയുന്നത് എന്ത് കിട്ടും നമുക്ക്? അഡ്മിനിസ്ട്രേറ്റീവ് ആൻഡ് സെല്ലിംഗ് ഓവർഹെഡ് കിട്ടും. പെർ യൂണിറ്റ് 20,000 ഡിവൈഡ് ബൈ 1020. ഓക്കെ, അപ്പൊ ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത് 3,04,000 ആണ്. 2,84,000 പ്ലസ് 20,000, ദാറ്റ് മീൻസ് 3,04,000 ഈസ് ദ ടോട്ടൽ കോസ്റ്റ്. ഇനി അടുത്ത ടോട്ടൽ പെർ യൂണിറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 284 പ്ലസ് 20, 284 പ്ലസ് 20 304 ആണ്. 304 ആണ് എന്തെന്ന് പറയുക? പെർ യൂണിറ്റ് ടോട്ടൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പ്രോഫിറ്റ് നമ്മൾ റേറ്റ് കാൽക്കുലേറ്റ് ചെയ്തായിരുന്നു. 8.33% ഓൺ സെല്ലിംഗ് പ്രൈസും 9.09% ഓൺ എന്തായിരുന്നു? കോസ്റ്റ് പ്രൈസും ആയിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ കോസ്റ്റ് ആണ് നമ്മുടെ കയ്യിലുള്ളത്, അതുകൊണ്ട് നമുക്ക് ഏത് റേറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഓൺ കോസ്റ്റ് അപ്ലൈ. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് എന്ന് പറയുന്നത് 9.09% ആണ്. അപ്പൊ 9.09% ഓഫ് 3,04,000. അപ്പൊ എത്ര കിട്ടും? 3,04,000 × 9.09 ഡിവൈഡഡ് ബൈ 100 ആണ്. അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫിഗർ 27,634. 27,634 ആണ് നമുക്ക് ഇവിടെ കിട്ടുന്ന പ്രോഫിറ്റ്
പെർ യൂണിറ്റ് എന്ന് പറയുമ്പോൾ 27.63 per unit. That means 27,634 divided by 1000 ആണ് 27.63 എന്ന് പറയുന്നത് എന്തും കിട്ടും, നമ്മുടെ പെർ യൂണിറ്റ് പ്രോഫിറ്റ് കിട്ടും. ടോട്ടൽ കോസ്റ്റിനോടൊപ്പം എന്ത് ആഡ് ചെയ്യുക, പ്രോഫിറ്റ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, സെല്ലിംഗ് പ്രൈസ്. അപ്പോൾ നമ്മൾ കോട്ട് ചെയ്ത് കൊടുക്കുന്ന സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 3,31,634 3,31,634 ആണ് ടോട്ടൽ സെയിൽ പ്രൈസ് എന്ന് പറയുന്നത്. പെർ യൂണിറ്റ് സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ 331.63 ആയിരിക്കും. 331.63 ആണ്. അപ്പൊ നമ്മൾ ഈ പ്രോബ്ലം എന്ന് പറയുന്നത് കൊട്ടേഷൻ അല്ലെങ്കിൽ ടെൻഡറിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആണ്. എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ചെയ്യേണ്ടുന്നത് ഫസ്റ്റ് വി പ്രിപ്പയർ കോസ്റ്റ് ഷീറ്റ്. അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന ഇൻക്രീസും ഡിക്രീസും അതൊന്നും അഡ്ജസ്റ്റ് ചെയ്യാതെ തന്നിരിക്കുന്ന ഫിഗർ വെച്ചുകൊണ്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഒരു സിമ്പിൾ കോസ്റ്റ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക. അത് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓവർഹെഡ് റേറ്റ് കാൽക്കുലേഷൻ ആണ്. ഓവർഹെഡ് റേറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് റേറ്റ് കാൽക്കുലേഷൻ ആണ്. നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ ഓവർഹെഡിന്റെ റേറ്റിൽ ഇൻക്രീസ് മാത്രമേ, റേറ്റിൽ ഇൻക്രീസ് പറയുന്നില്ല, ടോട്ടൽ കോസ്റ്റിലുള്ള ഇൻക്രീസ് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ഓവർഹെഡ് റേറ്റിൽ അഡ്ജസ്റ്റ് ചെയ്തില്ല. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഓഗസ്റ്റിലെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞത്. അതാണ് നമ്മളിപ്പോൾ പ്രിപ്പയർ ചെയ്തത്. 3 സ്റ്റെപ്പായിട്ടാണ്, 3 ഡിഫറെന്റ് സ്റ്റേജ് വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തുന്നത്. ഓക്കെ.